പിന്നെ എന്തോ ആരോ പറഞ്ഞിട്ടൊരു ഹിന്ദു മുന്നണിയായിട്ട് ഇവിടെ വീടുണ്ട്. അതെന്താ നിങ്ങൾ ചോദിക്കായിരുന്നേ? അത് ആരാന്ന് പറഞ്ഞാൽ മതി. ആരാന്ന് എനിക്കറിയില്ല. അല്ല അവരോട് എന്നാൽ അവരോട് ചോദിക്കും ആരാന്ന്. എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ല, എന്നെ കാണാൻ വന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. ആർക്കറിയില്ല, എനിക്കറിയില്ല. ഏത് സ്വാമി അറിയില്ല. ഞാൻ പിന്തുണ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആരാന്ന് അറിയാണ്ട് പിന്നെ പിന്തുണ വേണ്ട പറഞ്ഞത് എന്താ? ചോദ്യം തന്നെ ഇമാതിരി ചോദ്യം ചോദിക്കുക. അങ്ങനെ ആരാന്ന് വിചാരിച്ചിട്ടാ? അല്ല അതാ ഞാൻ ചോദിച്ചു, ആരാന്ന് വിചാരിച്ചിട്ടാ? അതാ ചോദിക്കുക, ആരാന്ന് പറ. ഏതാ ഹിന്ദു മഹാസഭ? ഏതാ പണ്ടത്തെയാ? സവാർക്കറിയാ? സവാർക്കറുടെ മുന്നണിയാ? ആരാന്നില്ല. ആരാതെന്ന് ഏത് സ്വാമി? എനിക്കറിയില്ല. ഒരു സ്വാമിനെയും പറ്റി എനിക്ക് വിവരമില്ല. എൻ്റെ അടുക്ക ഒരു സ്വാമി വന്നിട്ടുമില്ല. ഞങ്ങൾ ആരോടും ഞങ്ങളെ പിന്തുണത്തൊന്നും പറഞ്ഞിട്ടുമില്ല ഒരു സ്വാമിയോടും. ഇമാതിരി ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിച്ചിട്ട് രാജ്യത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. യു.ഡി.എഫിന് അതാ ഞാൻ പറഞ്ഞത്. എന്നോട് പറഞ്ഞാൽ മതി ആരാന്ന്. അത് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു 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 ഭാഗമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു മുന്നണിയുമില്ല, ഒരു ഐക്യവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാന്ന് അറിയുകയും ചെയ്യില്ല. ഇവിടെ ജമായത്ത് ഇസ്ലാമീൻ്റെ പേര് യു.ഡി.എഫിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായി മുന്നണിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ ഒരു സന്യാസി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരായിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഏതാ സന്യാസി എന്നും ആരാന്നും പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെന്താ വരെന്താ സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇനി ഉടനെ ഗൂഢാലോചന. ഇനി ആ ഗൂഢാലോചനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ചർച്ച നിങ്ങൾക്കല്ലേ വേറെ. എനിക്കൊരു ക്ഷീണം ഉണ്ടായില്ല. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള എന്തെങ്കിലും അന്വേഷിച്ചോ ഞാൻ പറഞ്ഞു. ഇതും അന്വേഷിക്കട്ടെ എന്നാലും കേട്ടോ. ഇമാതിരി എന്ത് തോന്നിയാസവും പറയാൻ തയ്യാറായി യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഞാൻ അന്ന് പറഞ്ഞാണ് ആയുസുമില്ല യു.ഡി.എഫിന്. അതുകൊണ്ട് നിരായുധമായ രീതിയിലൊരു രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇമാതിരിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മുന്നണിയുടെ ഗതികേട് എന്നല്ലാണ് ഇത് പറയുകയാണ്. ഈ വർഗീയ കൂട്ടുകെട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. ഇതുപോലെ നിലമ്പൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ അവർക്ക് ഒരു കാര്യവും പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യം തിളക്കമാർന്ന രീതിയിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന പാർട്ടിയും പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ പറയട്ടെ. എന്നാൽ ഇനി യു.ഡി.എഫ് ഞങ്ങൾ മതനിരപേക്ഷ ഉള്ളടക്കത്തോടാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയോ? അന്നേരമാണ് ജമായത്ത് ഇസ്ലാമിൻ്റെ പ്രശ്നം വരിക. ജമായത്ത് ഇസ്ലാമിൻ്റെ പ്രശ്നം വന്നാൽ ആർ.എസ് പോലെ തന്നെയാണ്. ആർ.എസിൻ്റെ കൗണ്ടർ പാർട്ടാണ് അത്. അതുകൊണ്ട് വളരെ വ്യക്തതയോടുകൂടി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ചോദിക്കണ്ട.